Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടൊരു ഫിലിം ചെയ്തിട്ട് അത് ഇഫ് ഇറ്റ് റീച്ചസ് എക്സാക്ട്ലി how you want it to reach, that's when you feel heavier. We did Lokah ഞങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്തു. There were days where we shot for 24 hours straight and all those things. അത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം ചെയ്യുന്നത് 23 yearsലാണ്. when I was 23 years is when Luca is happening. You're so young, how did you do so many films so early എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഉത്തരവ് ഇതാണ്. ബേസിക്കലി ഞാൻ like I told you, ഫെയിലിയർ ഉണ്ടായപ്പം you kind of knew the true colors of people. ഈ ലോക്കലിൽ തന്നെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളൊരു സ്പെസിഫിക് ലൊക്കേഷൻ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഓൾറെഡി അവർ കുറച്ച് സെറ്റ് പരിപാടികളൊക്കെ അവർ ഇട്ടു. അപ്പോൾ നൈറ്റ് ആയപ്പോഴത്തേനും അവിടുത്തെ ആ ഹോട്ടലിലെ ഓണേഴ്സൊക്കെ വന്നിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഒരാൾ ബാക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ആള് മാറി നിൽക്കാനോ അല്ല അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തേനും ആൾ എന്തുമാത്രം പ്രിപ്പറേഷൻ എടുത്തിട്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ലൈക്ക് ലോക്കയുടെ കൂടെ റിലീസായി ഹൃദയപൂർവ്വം ആൻഡ് ഓടും കുതിര, ലൈക്ക് those are films people like love to watch. എന്നുവെച്ചാൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് they want to like see it. അങ്ങനത്തെ ഒരു probably I want to do something like that. And there's another beauty to the cinematography that, you know, ഒരു സിനിമയുടെ ലെങ്ത് എക്സ്പാൻഡ് ചെയ്യാനും നമ്മുടെ കാഴ്ചക്കാരുടെ മനസ്സിലെ ലെങ്ത് എക്സ്പാൻഡ് ചെയ്യാനും അത് കൺസ്ട്രിക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടി സിനിമാറ്റോഗ്രഫിക്കുണ്ട്. Where have you experimented with this? ഈ expanding the sense of time within the audience mind. ആക്ച്വൽ ഡ്യൂറേഷൻ അല്ല, നമ്മുടെ മനസ്സിലൊരു ടൈം ഉണ്ടല്ലോ, ആ ടൈം എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ക്യാമറ വർക്കിനുണ്ട്. ഇതെല്ലാം സ്ക്രിപ്റ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന പോലെയാണ്. ആക്ച്വലി നമ്മൾ when we start this process, ഇത് സ്ക്രിപ്റ്റിൽ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ. ഞാൻ ബിഫോർ വി ടോക്ക്ഡ് അബൌട്ട് എം ടി സാർസ് കാഴ്ച എം ടി സാറിന്റെ സ്ക്രിപ്റ്റിൽ ആക്ച്വലി ഓൾറെഡി ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഇവിടുന്ന് ആള് ഇങ്ങനെ നടന്നു ഇത് വരമ്പത്തൂടെ ഇങ്ങനെ പോകുന്നു എന്നുള്ളത് ടിക്സ്. സോ എനിക്ക് ആ സ്ക്രിപ്റ്റിൽ ഞാൻ ഫോർ ആസ് മീ ആൻഡ് ശ്യാം സർ ഇറ്റ് വാസ് മോസ്റ്റ്ലി സ്ക്രിപ്റ്റ് ടു സ്ക്രീൻ ട്രാൻസ്ലേഷൻ പോലെയായിരുന്നു ഞങ്ങൾക്ക്. ബിക്കോസ് ഇറ്റ് വാസ് ഓൾറെഡി ദെയർ, ദാറ്റ് ഇമേജ് ഇസ് ഓൾറെഡി ദെയർ ഇൻ അവർ ഹെഡ് വിത്ത് ഹിസ് റൈറ്റിംഗ്. അപ്പം ഞാനും ശ്യാം സാറും ഇത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് മാത്രമാണ് ഞങ്ങൾ അവിടെ ട്രൈ ചെയ്തത്. ആൻഡ് ഹിം ബീയിങ് ദ സ്പോണ്ടേനിയസ് പേഴ്സൺ ഹി ഈസ്, നമ്മൾ എവിടെ ചെന്നാലും ഹീ കൈൻഡ് ഓഫ് ഫൈൻഡ്സ് എ ബ്യൂട്ടി ഇൻ ഇറ്റ്. അപ്പോൾ ആ ഒരു ഐ ഫീൽ ദ സ്ക്രിപ്റ്റ് കൈൻഡ് ഓഫ് ഡിക്റ്റേറ്റ്സ് വാട്ട് വി നീഡ് ടു, എന്ത് ചെയ്യണം, എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് ആ സ്ക്രിപ്റ്റും ടെക്സ്റ്റും ഡിക്റ്റേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ നിമിഷ് വർക്ക് ചെയ്തിരിക്കുന്ന കുറേ ഡയറക്ടേഴ്സ് ആർ ഓൾസോ ന്യൂ ഡയറക്ടേഴ്സ്. ഇപ്പോൾ ശ്യാം സർ ഇസ് പ്രോബ്ലി ആൻ അനോമലി. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഇത്രയും നാഷണൽ അവാർഡ്സ് നേടിയ ഒരു സംവിധായകൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ലേണിങ്സ് ഉണ്ടായിട്ടുണ്ടാവും. So tell me about it. So Shyam Sar's magan Vishnu is a very close friend of mine. ഞങ്ങളൊരു we are going to do a film together. So fully so ഞാൻ വിഷ്ണുവിനെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ പറയും ശ്യാം സാറിന്റെ പടം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. So I always tell him that I wanted to work with him because I'm very fascinated by his working style and all this. എനിക്ക് ശ്യാം സാറിൻ്റെ അടുത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് വാസ് how chilled out he is. Okay. So നമ്മളിപ്പം സിൻസ് ഐ വർക്ക് വിത്ത് ലോട്ട് ഓഫ് ഡെബ്യൂട്ട് ഡയറക്ടേഴ്സ്, അവരെല്ലാവരും ഭയങ്കര മെറ്റിക്കുലസ് ആണ്. നമുക്കിത് കിട്ടിയാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, വിച്ച് ഇസ് ഓൾസോ ഗുഡ് തിങ്. അവരുടെ പെർഫെക്ഷൻസ് ആണെങ്കിൽ വിച്ച് ഇസ് ഓൾസോ ഗുഡ് തിങ്. ബട്ട് ശ്യാം സാർ അങ്ങനെയല്ല. ശ്യാം സാറിൻ്റെ അടുത്ത് ഇന്ന് രാവിലെ വന്നിട്ട് പറയാണ് ഇത് ഈ ലൊക്കേഷൻ ചിലപ്പോൾ കിട്ടില്ല, പക്ഷേ നമുക്ക് ആ സൈഡ് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അപ്പോഴും ഓക്കെ പറഞ്ഞിട്ടില്ല സാർ, ഓക്കെ എന്ന് പറയും. എന്നിട്ട് ആൻഡ് ഹി ഹാസ് എ പ്ലാൻ, ലൈക്ക് ഇൻ 5 minutes he'll make a plan in a way that നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്തതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരിക്കും ഇവൻച്വലി എൻ്റെ ഒപ്പം വന്നത്. സോ ഐ എം തിങ്കിങ് ഓക്കെ വാട്ട് ഇഫ് വി ഹാഡ് ഡൺ ദാറ്റ്, അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് സാധനങ്ങൾ ഇത് കിട്ടിയത്. അപ്പം അത് അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇത് കിട്ടില്ലായിരുന്നല്ലോ, ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് കിട്ടില്ലായിരുന്നല്ലോ. അപ്പം വാട്ട് ഈസ് റൈറ്റ്, ലൈക്ക് സോ ആ ഒരു അപ്പം അപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ഞാനിപ്പം when the production comes in, ഇത് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. ഞങ്ങൾക്ക് ഈ ലോക്കലിൽ തന്നെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളൊരു സ്പെസിഫിക് ലൊക്കേഷൻ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഓൾറെഡി അവർ കുറച്ച് സെറ്റ് പരിപാടികളൊക്കെ അവർ ഇട്ടതിന് ശേഷം
നൈറ്റാണ് ഷൂട്ട്. അപ്പോൾ നൈറ്റ് ആയപ്പോഴത്തേനും അവിടുത്തെ ആ ഹോട്ടലിലെ ഓണേഴ്സൊക്കെ വന്നിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ്സ് 1 day ഓഫ് ഷൂട്ട്, ഇറ്റ്സ് കോസ്റ്റിംഗ് എസ് എ ലോട്ട്. ഞങ്ങളിത് എന്ത് ചെയ്യും ഇത്? അപ്പം എന്നുവെച്ചാൽ എനിക്ക് വി ഹാവ് ടു മേക്ക് ദ സീൻ, ഓൾ ദ ആക്ടേഴ്സ് ആർ അവൈലബിൾ. വി ഹവ് ബ്രോട്ട് ഇൻ എ ഫൈറ്റ് മാസ്റ്റർ ഫ്രം ഫ്രാൻസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് ഉണ്ടായിരുന്നു. സോ ഞാനും ഡൊമിനിക്കും വണ്ടി എടുക്ക്, എന്നിട്ട് വി ആക്ച്വലി സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ അതർ ലൊക്കേഷൻസ്. എന്നിട്ട് അവിടെ ഷൂട്ട്. ആ ഇൻസ്റ്റിങ്ക്റ്റീവ് മൈൻഡ് ഇസ് മെയിൻലി ബിക്കോസ് ഐ വർക്ക്ഡ്. അല്ലാതെ നമ്മളിപ്പോൾ പറയണം ഇല്ല പറ്റില്ല, നമ്മളൊന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ഇസ്, പ്രൊഡക്ഷന് കുറച്ച് പൈസ മിസ്സാവും. അതാണ് നടക്കുക. അപ്പം ആ ഇൻസ്റ്റിങ്ക്റ്റീവ് തോട്ട് has come after I worked with Sham sir. And did that work out? Yeah, it eventually worked out being a very, അതിനേക്കാളും നല്ലൊരു സാധനമായി അത്. ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തതിനെക്കാട്ടിലും കുറച്ചൊരു ബെറ്റർ ആയി അത്. ഐ വിൽ ടെൽ ലൈക്ക് അതിനകത്തൊരു സീൻ ആ പടത്തില്. സോ ഇറ്റ്സ് നൈസ്. താങ്ക് യു ശ്യാം സർ. നിമിഷ്, ഇപ്പോൾ ഈയിടെ കേട്ട് there is a lot of conversation happening about the work hours. അതിപ്പം ആക്ടേഴ്സിൻ്റെ വർക്ക് ഹൗസിനെ കുറിച്ചാണ് ഇപ്പോൾ ദീപിക പറഞ്ഞ ഒരു കാര്യം. പക്ഷെ ഞാൻ സെറ്റ്സിൽ ഒബ്സർവ് ചെയ്ത കാര്യം, ഇൻഫാക്ട് ക്യാമറ ടീമിനാണ് ഏറ്റവും ഗ്രൂവലിംഗ് ആയിട്ടുള്ള വർക്ക് ഹൗസ്. ഇറ്റ്സ് അൺബിലീവബിൾ ദ എമൗണ്ട് ഓഫ് വർക്ക് യു പുട്ട് ഇൻ. അത് സിനിമാറ്റോഗ്രാഫർ മാത്രമല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ലോവസ്റ്റ് ഫോക്കസ് പുള്ളർ തൊട്ട് ലൈറ്റ്സ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ. ഇൻഫാക്ട് ആക്ടേഴ്സ് സെറ്റ് വിട്ട് കഴിഞ്ഞിട്ടും ദെൻ അഗൈൻ another 2 hours you are on the sets and 2 hours before you are on the sets. Have you ever thought that, you know, there has to be a systemic change, ഒരു വ്യത്യാസം വന്നിരിക്കണം, ഒരു സ്ട്രക്ചർ വന്നിരിക്കണം in the way the camera teams operate നമ്മുടെ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇന്ത്യയിൽ പുറത്തുള്ള ഇൻഡസ്ട്രിയിലാണെങ്കിലും? ഇന്ത്യയുടെ പുറത്തല്ല, കേരളത്തിന് പുറത്ത്. I absolutely agree with you. And ഞാനിപ്പം until I was working in Kerala, I was also part of that. Part of non-stop working and without sleep and and I was also part of that. And when I went to do Lucky Bhasker, avade korchude they work only 12 hours a day, 12 or 11 hours a day. And working 11 hours a day is very productive. അത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആണ് ആക്ച്വലി. നമ്മൾ ആ 11 hours ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ ഒരുപാട് ഷൂട്ട് ചെയ്യും. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഒരു ദിവസം അച്ചീവ് ചെയ്യുന്ന നമ്പർ ഓഫ് ഷോട്ട്സ് ഒക്കെ പ്രിറ്റി മച്ച് സെയിം ആണ്. ഇപ്പം നമ്മളിവിടെ 15 മണിക്കൂർ വർക്ക് ചെയ്യുന്നതും അവിടെ 11 മണിക്കൂർ വർക്ക് ചെയ്യുന്നതും പ്രിറ്റി മച്ച് നമ്മൾ പ്രൊഡക്ടിവിറ്റി പ്രിറ്റി മച്ച് സെയിം ആണ്. അപ്പോൾ വൈ വർക്ക് ദാറ്റ് മെനി അവേഴ്സ്? പക്ഷെ ഐ ഫീൽ അത് വ്യത്യാസം എന്തുകൊണ്ടാണ് വരുന്നത്? Is it because planning ഇത്രൂടെ intensive ആയി? നമുക്ക് കൺവെൻഷനലി നമുക്ക് ബഡ്ജറ്റ്സ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ കൺസിഡർ ചെയ്യണം. We want to finish the film a little more earlier, and we do our film finish a little more earlier than Telugu movies. Okay. But I think ഒരു long run someone who is doing back to back movies, I feel അത് eventually അത് not healthy എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. But still I feel ഇവിടെ പക്ഷേ they are whole ഭയങ്കര പാഷനറ്റ് ആണ് സിനിമ. അതുകൊണ്ടാണ് we just do. ഇപ്പം ഞാനിപ്പോൾ തിരിച്ചു വന്നിട്ട് we did Lokah ഞങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്തു. There were days where we shot for 24 hours straight and all those things. അതെനിക്ക് ഇവിടുത്തെ ആൻഡ് ഒരു പോയിന്റ് ഞങ്ങൾ ബാംഗ്ലൂർ ഷൂട്ട് ചെയ്തപ്പോഴത്തേനും we shot a day, we started the day and the next day evening ആണ് നമ്മൾ ആ ഷൂട്ട് നിർത്തുന്നത്. So there has been, അത് എനിക്കറിയില്ല അത് അങ്ങനെ മാറുന്ന എനിക്കറിയില്ല. ബട്ട് ദർ നീഡ്സ് ടു ബി എ കോൺവെർസേഷൻ അറൌണ്ട് ദ വർക്ക് അവേഴ്സ് ആൻഡ് മേക്കിംഗ് ഇറ്റ് എ ലിറ്റിൽ മോർ മോർ ദാൻ ഈസിയർ, ഹെൽത്തിയർ. ഞാൻ ഗല്ലി ബോയുടെ സിനിമാറ്റോഗ്രാഫറിൻ്റെ ഇൻ്റർവ്യൂ ആണ് വരുന്നത്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, യുനോ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോയിന്റ് ഹി മേഡ്. നമുക്കൊരു അവാർഡ് കിട്ടുമ്പോൾ സിനിമാറ്റോഗ്രാഫറുടെ പേരാണ് വരുന്നത്, പക്ഷേ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ആ ഫുൾ ലോഡ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് അത് ചേഞ്ച് ചെയ്ത് ആ ലൈറ്റ് ഇടി ഈ ലൈറ്റ് ഇടി ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ പ്രയാസം മുഴുവൻ. യുനോ ഹൗ ഡു യു ചൂസ് യുവർ ടീം? ഈ ടീം ഭയങ്കര ക്രൂഷ്യലാണ് സിനിമാറ്റോഗ്രാഫറിന്. ദാറ്റ് മേക്സ് എന്താ പറയുക മേജർ ഡിഫറൻസ്. ആ ടീം എത്ര സ്പെഷ്യൽ ആണ്? So എൻ്റെ ലീഡ് അസോസിയേറ്റ് ആസ് ഇൻ മൈ ബ്രദർ ആൻസൺ ആണ് അവൻ്റെ പേര്. അപ്പം he has been working with me from Luca. He's been with me like throughout all my films and he feels that it's ഇപ്പം എൻ്റെ ഫിലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വന്തം ഫിലിം പോലെയാണ് അവൻ കാണുന്നത്. And most of my team, Hemel, Abhijit and all those people, and I work with a lot of gaffers also.
ഇവരെല്ലാം എനിക്കറിയില്ല ലൈക്ക് ഫോർ സം റീസൺ എന്നെക്കാളും കൂടുതൽ എഫേർട്ട് ഇടുന്ന എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ ഇറ്റ്സ് ട്രൂലി എ ബ്ലെസ്സിങ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഞാൻ വരുന്നതിനെക്കാളും മുന്നേ ഇവർ സെറ്റിൽ വരുന്നുണ്ട്. അപ്പം ആൻഡ് ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് ഇവർ സെറ്റിൽ നിന്ന് പോകുന്നത്. അപ്പം എനിക്കത് ഒരു ഐ ഡോണ്ട് നോ ലൈക്ക് ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ടു കൈൻഡ് ഓഫ് ഗെറ്റ് ദ റൈറ്റ് പീപ്പിൾ ലൈക്ക് ദാറ്റ് ആൻഡ് സ്റ്റിൽ വർക്കിംഗ് വിത്ത് ദം. ഐ തിങ്ക് എല്ലാവരും അടിപൊളി എസ്തെറ്റിക്സും അടിപൊളി എന്താ what do you call sensibilities ഉള്ള ആൾക്കാരാണ്. there are ഇപ്പം കിങ് ഓഫ് കൊത്തയിൽ ചില സീൻസ് ഒക്കെ ഇപ്പം I was shooting കിങ് ഓഫ് കൊത്തയുടെ ലാസ്റ്റ് ഒരു പാച്ച് I wasn't available because I started my next film called Bazooka. അപ്പം ആ പടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പം my team had gone there to do the rest of and when I saw it looks on par with what I do. So അപ്പം ഞാൻ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അവരെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സാധനം ഉണ്ടല്ലോ. So I feel they are also എല്ലാവരും വരും ലൈക്ക് ദേ ആർ ഓൾസോ സ്ലോലി ബിൽഡിംഗ് ദർ പോർട്ട്ഫോളിയോ. എല്ലാവരും വിൽ ബി ബിഗ് നെയിംസ് ഇൻ ദ ഫ്യൂച്ചർ. Another thing he also said was again ആൾക്കാർക്ക് അറിയില്ല പൊതുവെ സെറ്റ്സിൽ ഷൂട്ട്സ് കണ്ടിട്ടില്ലെങ്കിൽ ഈ ക്യാമറ എക്യുപ്മെന്റ് പൊക്കി നടക്കുക പിടിക്കുക physically is so strenuous, and so it's very important to be healthy, fit, and 100%. Working out and taking care of your bones and muscles. It's a very grueling job. Yes. And Nimish, coming to your parents also, because ഞാൻ നിമിഷിൻ്റെ പേരൻസിനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. they're very supportive and they're very happy about where you are. പക്ഷെ നമ്മൾ ഈ ഒരു കരിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ഫേസ് ഉണ്ടല്ലോ, അൺസർട്ടനിറ്റി, ആ ഒരു പേടി, മോൻ അവിടെ എത്തിപ്പെടുവോ എന്നുള്ളൊരു പേടി, ആ ഒരു ഫേസ് എങ്ങനെയാണ്? ദിസ് ഇസ് ഓൾ ഫോർ ഓൾ ദോസ് യങ്സ്റ്റേഴ്സ് ഹു ആസ്പയർ ടു ബി സിനിമാറ്റോഗ്രാഫേഴ്സ്. എനി പീസ് ഓഫ് അഡ്വൈസ് ഫോർ ദം? ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം ചെയ്യുന്നത് 23 ഇയേഴ്സിലാണ്. when I was 23 years is when Luca is happening. And ഞാൻ എപ്പോഴും whoever asks me how you're so young, how did you do so many films so early എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഉത്തരവ് ഇതാണ്. ബേസിക്കലി എൻ്റെ പേരൻസ് അവർ after my 12th I decided to do visual communication. So my dad and Achan actually ഭയങ്കര wholesome supporter ആണ്. he's a hardcore lover of movies and ഭയങ്കര wholesome supporter. And my mother is also she was a little bit concerned എങ്ങനെ ആവും എന്നുള്ള അറിയാം, but she was also very supportive. And എന്നെ എൻജിനീയറിങ്ങിനും എന്താ മെഡിസിനും ഒന്നും പോകാൻ നിർബന്ധിക്കാതെ when I said വിഷ്വൽ കമ്മ്യൂണിക്കേഷന് പോകണം എന്ന് പറഞ്ഞപ്പോൾ they were wholeheartedly okay in doing it. അത് and they were ആ സമയത്ത് they bought me a camera and they were എനിക്ക് അത്ര പ്രഷർ ഇല്ലായിരുന്നു വെച്ചാൽ ഇത് ഇങ്ങനെ ഇതിലോട്ട് പോകാൻ എനിക്ക് അത്ര പ്രഷർ. And I feel that if I did a movie when I was 23 is because they thought that I will make it one way or the other. And I didn't lose. Basically എനിക്ക് ഒരുപാട് ടൈം ലൂസ് ആയില്ല. I feel that if I done a movie at 23 I feel it's because I started working like on the into that process. അപ്പം so usually എനിക്ക് അറിയാവുന്ന എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്. they finish their engineering and then they probably finish their college and then they start to work on. So someone who I feel is aspiring to get into movies, start following early. Start early and do your stuff early. And I feel if your parents are in a way they are supporting you into doing that, it's a truly a blessing. And I feel ende parents adu cheyadondu I feel I didn't lose a lot of time in my life. Or maybe I could start working on my passion or what I love to do quite early in my career. So I feel adu truly a blessing aanu. Adu avaru if they had maybe forced me to finish your engineering ഇത് ചെയ്താൽ മതി എന്ന് ചിലപ്പോൾ ചെയ്യുന്നത് maybe it would have taken another 5 years for me to even get even my first film. So I'm truly blessed and they have always been my supporters. They have my dad എന്ത് കണ്ടന്റ് ഇറങ്ങിയാലും he's always in YouTube seeing it. And I think he will be watching this interview also. so like truly Luca kandu കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അവർ പറഞ്ഞത്? I think that would have been like they were absolutely like ഞാൻ Luca റിലീസ് ചെയ്യുന്ന സമയത്ത് I was prepping for Kuruppu. അപ്പോൾ ഞാൻ ആ നാട്ടിലില്ലായിരുന്നു. So they were all so excited. They were so happy. എൻ്റെ അനിയത്തി ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ she never believed that I was a great ഞാൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന അവൾക്ക് എന്ന് വെച്ചാൽ നല്ല
നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും അവൾക്ക് ബിലീഫ് ഇല്ലായിരുന്നു. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നീയാണത് ചെയ്തത്, ശരിക്കും നിന്റെ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കുറച്ചുകൂടെ വിശ്വസിച്ച് തുടങ്ങി തോന്നുന്നു. ലൈക്ക് കുഴപ്പമില്ല, അവൻ അത്ര പ്രശ്നമില്ലാതെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല എന്നുള്ളൊരു. അതുപോലെ തന്നെ ഈ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട നിർബന്ധമാണോ? അതിന്റെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാറുണ്ടോ നിമിഷിന്? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവരുടെ ജേർണി ഒരു ഡിഫറെന്റ് അല്ലേ എന്ന് വെച്ചാൽ മേ ബി someone who has worked as an associate maybe could get open more doors. Somewhere I feel that I have been blessed and ആ ഒരു എനിക്ക് മീറ്റ് ചെയ്യേണ്ട പീപ്പിൾ somehow I met and happened. So അത് എല്ലാവരുടെ ജേർണിയും I feel is different. So I don't think there is one, I am not the one who to say that it. But do you feel that gap sometimes? എപ്പോഴെങ്കിലും do you feel that okay, wish I had worked with somebody to know about this? അപ്പോൾ ഈ ലേണിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? യൂട്യൂബ്. അല്ല DQ എന്നെ എപ്പോഴും കളിയാക്കുന്ന കാര്യമാണിത്. ലൈക്ക് നീ എവിടുന്ന് ഈ സിനിമാറ്റിക്. സോ വെൻ വി ആർ ഡൂയിങ് കുറുപ്പ് I told where did you learn cinematic? It's like YouTube. We are giving you such a big film by just learning through YouTube videos. അപ്പോൾ ആ ഒരു ഇതുണ്ട് ആക്ച്വലി. ലൈക്ക് യൂട്യൂബ് ആണ് ഗുരു. ഐ തിങ്ക് മെറ്റിക്കുലസ് ആയിട്ട് നമ്മൾ അത് ഓൺഗോയിങ് ആണെങ്കിൽ വി ക്യാൻ അച്ചീവ് എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഒരു ഫ്രീ ഡേ ഉണ്ടെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് എൻറ്റെയിൽ ഫോർ യു? അധികം ഫ്രീ ഡേയ്സ് കിട്ടാറില്ല എന്നറിയാം. ഇപ്പം ഞാൻ ഐ ട്രൈ ടു സ്ലീപ്പ്. സോ ഡു യു ഇൻവെസ്റ്റ് ദാറ്റ് മച്ച് മോർ ടൈം ഇൻ ടു ലേണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സിനിമ? അതാണോ? യെസ് ഡെഫിനറ്റ്ലി. ലൈക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പം നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ. ലൈക്ക് എവ്രി വൺ ഹൂസ് പാഷൻ. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മീ, ഇറ്റ്സ് എവ്രി വൺ ഹൂസ് ഇപ്പം എവ്രി വൺ അറൗണ്ട് മീ, all these passionate filmmakers, everyone is every time talking about movies. So അത് അവരത്രയും എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് കൂടുതലും സംസാരിക്കാറും ഡിസ്കസ് ചെയ്യാറും. ആൻഡ് ഇഫ് ദർ ഇസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് വി കൈൻഡ് ഓഫ് ഷെയർ ഇറ്റ് ടു വിത്ത് ആൻഡ് ഓക്കെ യു ലേൺ ദിസ്, യു സീ ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് എവ്രി വൺ ഇസ് ലൈക്ക് ദാറ്റ്. സോ അല്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞാൻ കുറേ ഫിലിം മേക്കേഴ്സ് എസ്പെഷ്യലി യങ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിനൊക്കെ സംസാരിക്കുമ്പോൾ ഇവർക്ക് സിനിമ അല്ലാതെ വേറൊരു ലോകമില്ല. ലൈക്ക് നമ്മൾ എന്തെങ്കിലും വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് എസ്പെഷ്യലി മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഷീ വിൽ ഓൾവേസ് ടെൽ എന്നുവെച്ചാൽ ഞാനൊരു കോൺവെർസേഷനിൽ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ലൈക്ക് റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാനിങ്ങനെ മിണ്ടായിരിക്കത്തുള്ളൂ. സിനിമയുടെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ വരുമ്പോഴത്തേനും സഡൻലി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോട്ടമുണ്ട്, അത് ബെസ്റ്റ് ഫ്രണ്ട് കാരണമാണ്. സോ അതാ നമ്മൾ റാൻഡംലി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷേ സിനിമയെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴത്തേനും അപ്പോൾ തുടങ്ങി സംസാരം തുടങ്ങുന്നു. ഐ തിങ്ക് ഇറ്റ്സ് വി ആർ ലൈക്ക് ദാറ്റ്, വി film people like that. On that note, a small game. This is Vanessa's card game. എൻ്റെ ഫ്രണ്ട് Vanessa ഡിസൈൻ ചെയ്ത ഒരു കാർഡ് എടുക്കുക, ആ കാർഡിൽ എഴുതിയിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ വായിക്കുക, എന്നിട്ട് പറയാം. It's for sure. It's for sure. What is for sure for you? Say, being said all that, people around you are for sure. Like I told you, failure indayapom you kind of knew the true colors of people. But people who absolutely love you, നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, നമ്മളെന്ന വ്യക്തിനെ absolutely ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജെന്യുവൻ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ are definitely for sure. Hell yeah. നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടൊരു ഫിലിം ചെയ്തിട്ട് അത് ഇഫ് ഇറ്റ് റീച്ചസ് എക്സാക്ട്ലി ഹൗ യു വോണ്ട് ഇറ്റ് ടു റീച്ച്, ദാറ്റ്സ് വെൻ യു ഫീൽ ഹെവിയ. രമേഷ്, എങ്ങനെയാണ് ഡിസപ്പോയിൻമെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നത്? ഹൗ ഡു യു ഡീൽ വിത്ത് തിങ്സ് വിച്ച് ആർ ബിയോണ്ട് യുവർ കൺട്രോൾ? കാരണം ഒരു സെറ്റിൽ പോയി ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വരും. ചിലപ്പോൾ ആക്ടേഴ്സ് കോപ്പറേറ്റീവ് ആയിരിക്കില്ല, ചിലപ്പോൾ സിറ്റുവേഷൻ കോപ്പറേറ്റീവ്, അവിടെ എൻവയറമെൻറ്റൽ റീസൺസ് ആണ്, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഡിസപ്പോയിൻമെൻറ്റ്സ്. അപ്പോൾ ഡെയിലി ഇങ്ങനെ ഇത് പലതരത്തിലുള്ള ആ സെറ്റ് ബാക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയോട് ദിസ് മേക്സ് സെൻസ്. ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ് ആൻഡ് ഈവൻ സെറ്റ് ബാക്സ് ഇൻ യുവർ പേഴ്സണൽ ലൈഫ്? അല്ല, ഇപ്പം കുറച്ച് നാളായിട്ട് because of the close people in my life, I've started to work out properly. So അത് അവിടെ പോകുമ്പോൾ ഓക്കെയാണ്. അത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ. അത് അവിടെ പോകുമ്പോൾ ഓക്കെയാണ്. Trickier than it looks. എന്താണ് trickier than it looks?
It's a right question for you. Cinematography is certainly trickier than it looks. അതല്ലാതെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ where you felt that ഇത് നമുക്ക് ചെയ്യാം and then when you got down to it and Generally people like you see നമ്മളെല്ലാ ഓരോ സിനിമയിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മളൊരു you kind of meet a whole new bunch of 200 people 200 people and everyone is new and everyone doesn't know each other. അപ്പം you need to എനിക്ക് ആക്ച്വലി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു കുറേ നാൾ മുന്നേ. എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഹീ ഈസ് എൻ ഹ്യൂജ് ആസ്പിറൻറ്റ് ഓഫ് ഹി വോണ്ട്സ് ടു ആക്ട് ആൻഡ് ബട്ട് ഹി ഹസ് ഡൺ ഇൻ കുഞ്ഞു റോൾസ് റോളല്ല ആക്ച്വലി ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ കുറേ സിനിമകളിൽ ഇങ്ങനെ ഹി ഹാസ് വർക്ക്ഡ്. സോ ഞാൻ ആളെൻ്റെ വീട്ടിൽ ഒരു ദിവസം വന്നിട്ട് ഹി വാസ് ജസ്റ്റ് റാൻഡംലി എക്സ്പ്ലെയിനിങ് അബൌട്ട് ഹൗ ഹിസ് ഇമോഷൻസ് ആർ വെൻ ഹീസ് ഗോയിങ് ടു ആക്ട് ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ പുള്ളി എന്നോട് പറയായിരുന്നു ഒരു ഷോട്ടിൽ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ഏതോ ഒരു സിനിമയാണ്. ലാലേട്ടൻ വന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേനും പുള്ളി ഇങ്ങനെ ബാക്കിൽ കൂടെ പോയി പുള്ളി എന്തോ ഒരു സാധനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഹി വാസ് ടെല്ലിങ് മീ. അപ്പം ഹി ഹാഡ് സോ മച്ച് പ്ലാനിങ് ടു ഡു ദാറ്റ് സ്മോൾ തിങ് സോ ദാറ്റ് തിങ്കിങ് ദാറ്റ് ഓക്കെ ലാലേട്ടൻ്റെ ബാക്കിൽ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേനും ഹി നീഡ്സ് ദിസ് എക്സ്ട്രാ സംതിങ് വിച്ച് ഹി ഈസ് ഡൂയിങ്. പുള്ളി ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ്. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം you don't actually truly notice that. Like അത്രയും നമ്മൾ നോട്ടീസ് ചെയ്യില്ല. അപ്പം I think dealing with people's emotion is very important. You have to be absolutely compassionate. ഇപ്പം നമ്മളിപ്പം ഒരാൾ ബാക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും മാറി നിൽക്കാനോ അല്ല അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴത്തേനും എന്തുമാത്രം പ്രിപ്പറേഷൻ എടുത്തിട്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ലൈക്ക് ആഫ്റ്റർ ദിസ് കോൺവെർസേഷൻ വിത്ത് ദിസ് പേഴ്സൺ ഐ ഹവ് ബിക്കം so whoever is in front of the camera or whoever is in a movie set or whoever is around, I absolutely started thinking about that, and that is very tricky also. You can't ഒരാളുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് ആളെന്നുള്ളത് നമ്മൾ ആളുടെ അടുത്ത് കുറേ കഴിയുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. പക്ഷേ ആ കമ്പാഷൻ ആണ് മെയിനായിട്ട്. Thank you for your kindness when I was facing the camera. Work for it. സോ ഇപ്പോൾ ഈ ലോക്ക എന്ന് പറയുന്ന ഫിലിം ഐ പേഴ്സണലി ബിലീവ്, സോ ഞാനും ഡൊമിനിക്കും വി വർ വർക്കിംഗ് ഓൺ ദിസ് ഫിലിം ഫോർ എ വെരി ലോങ് ടൈം ആൻഡ് ഒരു പോയിന്റ് ആൻഡ് നൗ ഇറ്റ്സ് ഇൻ തിയേറ്റേഴ്സ്. സോ അതുകൊണ്ട് if you truly work for it and if you are absolutely passionate about it, it will definitely happen. Okay, one more card. Yes. Look into it and decide. Script allada. Script, of course, you look into it and decide. As people, we are just like you told, like attention span bhayangara korvana. They are just going very fast and everything. I feel we can slow down. We just can relax and see it, and then you can process, like proceed or like adu nokki nammalonnu idana namukku cheyanda ennallathu kandittu if we can proceed from there, I think things are a little more beautiful, I feel. ഇപ്പോൾ എക്സൈറ്റ് ചെയ്യുന്ന ജോണർ എന്താണ് നിമിഷിന്? If there is one genre that truly excites you. I want to do like a something very current, like something very new stuff. കാരണം ഞാൻ ഒരുപാട് പീരിയഡ് സിനിമകൾ ചെയ്ത് കഴിഞ്ഞു. അതെ. And ഇച്ചിരി ഫ്യൂച്ചറിസ്റ്റിക്, so I want to do something very current, like something like ഒരു കുമ്പളങ്ങി നൈറ്റ്സ്. മോർ ദാൻ കുമ്പളങ്ങി നൈറ്റ്സ്. നമ്മുടെ ലോക്കയുടെ കൂടെ റിലീസായ ഹൃദയപൂർവ്വം ആൻഡ് ഓടും കുതിര, ലൈക്ക് those are films people like love to watch. എന്നുവെച്ചാൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് they want to like see it with the breeze. Maybe something like that. Like അങ്ങനത്തെ ഒരു probably I want to do something like that. Okay, and what about something like Jurassic Park or something which has got a worldwide release? എല്ലാം പ്ലാനിങ്ങിലുണ്ട്. I am dash. I'm trying to be kind, or I will be kind, so maybe something like that, or trying to be, it's all a work in progress, that's why I'm using the word trying. I'm trying to be a good person, trying to be good to the people who are close to me, actually. To you, and working with you as well. Thank you so much for being a part of the show. ഒരു ചിന്ന ഗിഫ്റ്റ്, സിൻസ് ഇപ്പൊ ഹെൽത്ത് കോൺഷ്യസ് ആയ സ്ഥിതിക്ക് ഞാൻ കുറഞ്ഞ ബ്യൂട്ടി റിലേറ്റഡ് സംഭവങ്ങൾ തരുവാണ്.
And these are certain beauty products from Thank you so Green much. and Beige and maskum അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. thank So you, please have. thank you so much. Thank you, Nimish. Thanks for coming. It's a long overdue conversation. Yeah. We've been planning this for like For few a years. really long time. And Nimish പറഞ്ഞായിരുന്നു that I will tell you when I want to come on the show. So I was waiting for his message to come. And I'm so happy this is the right time. Thank you so much. Thank you so much. Thank you.